താരസംഘടനയായ അമ്മയില് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു 15-ാം തീയതി, ആഗസ്റ്റ് 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അന്നേരം അതില് മത്സരിക്കുന്ന ശ്വേതാമനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കേസിന് ആസ്പദമായ വസ്തുത എന്ന് പറയുന്നത് അശ്ലീല ചൊവ്വയുള്ള രംഗങ്ങളിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് 2 സിനിമകളാണ് അതിനകത്ത് അവരെ കൊടുത്തിരിക്കുന്ന പേര്. ഒന്ന് കളിമണ്ണ്, അതുപോലെ തന്നെ പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതക കഥ. സിനിമകളിൽ അശ്ലീല ചൊവ്വയുള്ള രംഗങ്ങളിൽ അഭിനയിച്ചു എന്നുള്ളതിനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുനിർവേദം, പാലേരി മാണിക്യം സിനിമ, പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ ഈ വൾഗറായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ സിനിമകളാണ്, ഇത് അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ ഈ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെയല്ല. അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പാലേരി മാണിക്യം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ സിനിമകളിലെ ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത്. കാരണം അതെങ്ങനെയാണ് ശരിയോ? താങ്കളല്ലേ പറയുന്നത്? അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു താങ്കൾക്കറിയാവുന്ന ആ സിനിമയ്ക്ക് ഒരു പ്രമേയം ഉണ്ടാകും, അതിനൊരു സംവിധായകനുണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കെ ഇപ്പോൾ ഈ സമയത്ത് പരാതി കൊടുത്തതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് ഒരു സംശയം. കാരണം സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷത്തോളമായി 2 സിനിമ ഇറങ്ങിയിട്ട്. ഇപ്പോൾ അത് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് തിയേറ്ററിലും പ്രദർശിപ്പിച്ചു, ടിവിയിലും വന്ന സിനിമകളാണ്. ഇപ്പോഴും ടിവിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം അത് കാണുന്നുണ്ട്, പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. അതിനകത്ത് അശ്ലീല ചുവ ഉണ്ടെന്നാണ് പരാതിക്കാരൻ പരാതിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് കരുതിക്കുട്ടിയുള്ളൊരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ആരോപണവും പരാതി എന്ന് പറയുമ്പോൾ പിന്നെ പോലീസ് കേസെടുത്തു, കോടതി കേസെടുക്കാൻ പറഞ്ഞ് പോലീസ് കേസെടുത്തു. നമ്മൾ കോടതിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കാനോ ഞാനാളല്ല. എന്തായാലും ഇതിപ്പോ ഈ സമയത്ത് കാരണം വെച്ചാല് ഇതുവരെ അമ്മ സംഘടനയില് ഒരു സ്ത്രീ വന്നിട്ടില്ല പ്രസിഡന്റായിട്ട്. നമുക്കറിയാം എല്ലാം പുരുഷന്മാരായിരുന്നു. ഇപ്പൊ അവസാനം മോഹൻലാലായിരുന്നു, നമ്മുടെ ലാലേട്ടനായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഇതുവരെ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ശ്വേതാമേനോൻ മത്സരിക്കുന്ന സമയത്ത് അവർ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം വോട്ട് അവര് വിജയിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് കേസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളായാലും അത് കാരണങ്ങളായാലും ഈ സമയത്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സിനിമ ഇറങ്ങിയിട്ട് 10-13 കൊല്ലമായില്ലേ, ഈ സമയത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ നല്ലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് എനിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ 24 ന്യൂസിലും നമ്മളിത് കണ്ടതാണ്. ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഡിബേറ്റിനകത്ത് ഹാഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരാതിക്കാരൻ നിന്ന് വെള്ളം കുടിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതിനകത്തെന്ന് പറയുന്നത് ശ്വേതാമേനോൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല കഴിവും കാലിബറും ഏറ്റവും നല്ല ബ്രില്യൻസ് ഉള്ളൊരു അഭിനേതാവാണ്. കാരണം വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. സെലിബ്രിറ്റി ഷോകളിലായാലും അല്ലെങ്കിൽ പൊതുവേദികളിലൊക്കെ ആയാലും നമുക്ക് അറിയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയാറുണ്ട്. പക്ഷെ ഇതിനകത്തെന്ന് പറയുന്നത് ഈ ശ്വേതാമേനോൻ വരാതിരിക്കാനുള്ള കാരണം ആർക്കാണ് ഇതിന്റെ പ്രശ്നമെന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ വ്യക്തമായ നിഗൂഢമായിട്ടുള്ള ഒരു കൂടിയാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ഇത്രയും നാളും വരാത്തൊരു സംഭവം ഇപ്പൊ കുത്തിപ്പ് കൊണ്ടുവന്നു. അതും മറ്റ് ഇന്ത്യയിൽ നിരോധിച്ച ബാൻ സൈറ്റുകളിൽ ഇത് പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്
കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആയാലും ഓരോ ക്ലിപ്പുകൾ ഓരോ സിനിമയുടെ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളുടെ ക്ലീവേജ് ഒക്കെ നമ്മൾ ഈ കട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട്. ഈ ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ഈ ഞരമ്പന്മാരല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ ഇപ്പം എടുത്തിട്ടായിരിക്കാം. അതിനിപ്പോൾ അവരെന്ത് പിഴച്ചു? അവരിപ്പം സിനിമയിൽ അഭിനയിച്ചു, അവർ ഡയറക്ടർ സംവിധായകൻ പറയുന്നത് ഇതിൽ അവർ അഭിനയിച്ചു കൊടുത്തു, പ്രൊഡ്യൂസർ പൈസയും കൊടുത്തിട്ടുണ്ട്, അവരുടെ ജോലി കഴിഞ്ഞു. സിനിമ എന്ന് പറയുന്നത് സംവിധായകനാണ് അതിന്റെ രൂപകൽപ്പന ചെയ്തത്, പ്രൊഡ്യൂസറാണ് അതിന് കാശ് മുടക്കിയത്. അപ്പൊ ആ സിനിമ എന്ന് പറയുന്നത് ആ വ്യക്തി പ്രൊഡ്യൂസറുടെയാണ്. അതിന് അഭിനയിച്ചു എന്നുള്ള പേരിൽ സിനിമ നടിക്കുന്നവരെ കേസ് അവര് അശ്ലീല സിനിമയിൽ രംഗത്തിൽ അഭിനയിച്ചു, പണം സമ്പാദിച്ചു എന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വളരെ ഒരു 10-15 തീയതി ആഗസ്റ്റ് 15 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതിപ്പം കേസെടുത്തിരിക്കുമ്പോൾ എന്തായാലും അവർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല, മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ പുതിയ മത്സരാർത്ഥി വരും, അല്ലെങ്കിൽ ഈ ഇപ്പം അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിജയിച്ച് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ലോബി അതിന്റെ ഈ അമ്മയുടെ അതിന്റെ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ പേരെന്തോ പറഞ്ഞു, അതിനകത്ത് പറയുന്നുണ്ട്, അവർക്ക് നിയമം കാണുമായിരിക്കും. എന്തായാലും അവർക്ക് ഇനി മത്സരിക്കാൻ സാധിക്കത്തില്ല, കാരണം കേസ് ഓൾറെഡി ഉണ്ടല്ലോ. തൊട്ടു മുമ്പ് ബാബുരാജ് ഇതുപോലെ തന്നെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നു. ഒരുപാട് വിമർശനങ്ങൾ വന്നതിന് ശേഷമാണ് ബാബുരാജ് അതിന് വിട്ടു നിന്നത്, പിന്മാറിയത്. ഒരു കാര്യങ്ങൾക്കും ബാബുരാജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബുരാജ് വിട്ടുമാറിയത്. ഇതിപ്പോൾ ചേരാമത് ഈ സമയത്ത് 10-13 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ അമ്മയുടെ ലോബി അനുസരിച്ച് പിന്മാറേണ്ടി വരും. എന്തായാലും ഇതിനകത്തൊരു നിഗൂഢതയുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും അമ്മയ്ക്കകത്തുള്ള മെമ്പർമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം നാളെ അവർക്കും ഈ ഒരു സ്ഥിതി ഉണ്ടാകാം.